ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി രാവിലെ തന്നെ പണി പറ്റിച്ചിരിക്കുകയാണ്. വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയിട്ടാണോ എന്തോ, വണ്ടിയുടെ താക്കോൽ തിരിച്ചിട്ട് വണ്ടിക്ക് ഡയലും ഇല്ല, നമുക്ക് വണ്ടിയുടെ ഒരു ലൈറ്റും ഒന്നും കത്തുന്നില്ല, സെൽഫ് എടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ബാറ്ററി ഡൗൺ ആയതാണെങ്കിൽ അതെങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹോൺ അടിച്ചിട്ടാണെങ്കിൽ ഹോണിൻ്റെ ഒരു അംശം പോലും കേൾക്കുന്നില്ല, അകപ്പാടെ ഉള്ളത് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ബീപ്പ് സൗണ്ട് മാത്രമുണ്ട്. ഇത്രയും ഡൗൺ ആയി പോകാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള എല്ലാ വണ്ടിക്കും ഓൾവേസ് ഓൺ ലൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ താക്കോൽ എടുക്കാതെ വണ്ടിയിൽ താക്കോൽ ഇട്ടിട്ട് പോയാൽ ഈ ലൈറ്റ് കത്തി കിടക്കുകയും അതുവഴി ചാർജ് പോകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇന്നലെ പറ്റിയത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് എന്തായാലും ഡ്രെയിൻ ആയി പോയിട്ടുണ്ട്. ഒരംശം പോലും ഇല്ല, ഹെഡ്ലൈറ്റ് പോലും കത്തുന്നില്ല. LED ഹെഡ്ലൈറ്റ് ആയിട്ട് പോലും അത് കത്താനുള്ള പവർ പോലും ബാറ്ററിക്കില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ സെറ്റാക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. അതേപോലെ ഇപ്പോഴത്തെ ഡിയോയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രണ്ടിലല്ല ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്നെങ്കിൽ അഴിച്ചെടുത്ത് ചാർജ് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ എക്സ്ട്രാ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി തൽക്കാലം ഒന്നെടുത്ത് ബൈപ്പാസ് ചെയ്താൽ നമുക്കിത് സെറ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഞാൻ കുറേ തപ്പിക്കഴിഞ്ഞാണ് കണ്ടുപിടിച്ചത് ഇവിടെ അതിൻ്റെ ബാറ്ററി എന്നുള്ളത്. നേരത്തെ ഉള്ള വണ്ടിക്കൊക്കെ ഫ്രണ്ടിലായിരുന്നു, ഹെഡ്ലൈറ്റിൻ്റെയൊക്കെ അവിടെ ആയിട്ടായിരുന്നു വരുന്നത്. ഇപ്പോഴുള്ള ഡിയോയ്ക്ക് നമുക്ക് ഈ മാറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചെടുത്തിട്ട് ഒന്നെങ്കിൽ നമുക്കിത് ആണെങ്കിൽ നമുക്ക് വണ്ടി സർവീസ് ചെയ്യുന്നിടത്ത് കൊണ്ടു കൊടുത്താൽ നമുക്ക് ചാർജ് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടിടാം. അല്ലെങ്കിൽ നമുക്ക് വേറെ പവറുള്ള ബാറ്ററിയുള്ള വണ്ടി വീടുണ്ടെങ്കിൽ അത് അഴിച്ചിട്ട് ഇതിന് ബൈപ്പാസ് ചെയ്താൽ നമുക്ക് സ്റ്റാർട്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് എടുക്കാം. ഇതെടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം എടുക്കാൻ. അതിൻ്റെ ഇടയിൽ എക്സ്ട്രാ 2 ഫ്യൂസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതേപോലെ ഇവിടെ എടുത്ത് വെച്ചേക്കാം. ഇതിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 1 മാസം പോലും ആയിട്ടില്ല. ഇന്നിപ്പോൾ ഇത്രയും ഡൗൺ ആയി പോകാൻ എന്ത് പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ബാറ്ററിക്ക് എന്തെങ്കിലും പവർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇതേപോലെ ഒരു വയർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി നോക്കുക. നല്ല സൗണ്ടും അതേപോലെ നല്ല സ്പാർക്കും അടിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ വിഷയമല്ല, വേറെ എന്തോ സർക്യൂട്ടിലെ കുഴപ്പമാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ബാറ്ററിക്ക് ഇങ്ങനെ ഇതേപോലെ ഒന്നും നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും ബാറ്ററി ഡൗൺ ആയി പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബാറ്ററി അഴിച്ചിട്ട് ബാറ്ററി ചാർജ് ചെയ്യാവുന്നതാണ്, എന്നിട്ട് തിരിച്ചു കൊണ്ടിടാം. ഇപ്പം ഞാൻ ആ ഇൻഡിക്കേറ്റർ സൗണ്ട് ഇട്ടു, എന്നിട്ട് നമുക്കത് ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാതെ നിൽക്കുന്നുണ്ട്. അത് ഇപ്പം ഷോർട്ട് ചെയ്യുമ്പോൾ അത്രയും പവർ അവിടെ പോകുന്നില്ല. അപ്പോൾ അത്രയൊക്കെയുള്ള പവറേ ഉള്ളൂ ഈ ബാറ്ററി നല്ലപോലെ തണുത്തിട്ടുണ്ട്, നല്ലൊരു മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും ബാറ്ററി പവർ ഇല്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് അഴിച്ചിട്ട് നമുക്കിത് ഒന്നെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ബാറ്ററിയും കൂടെ വെച്ചിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഞാൻ വലിയ മെക്കാനിക്കോ ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ എൻ്റെ വണ്ടിക്ക് ഇങ്ങനെ അവസ്ഥ വന്നപ്പോൾ നമ്മളെങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ കമൻറ്റ് വന്നിട്ട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അറിയത്തില്ല. നിങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക കമൻറ്റിൽ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ 2 ടെർമിനൽ അഴിച്ചെടുത്ത് എപ്പോഴും പോസിറ്റീവ് അഴിച്ചെടുക്കാൻ നോക്കും ആദ്യം, എന്നിട്ട് നെഗറ്റീവ് അഴിക്കാവൂ. ഞാൻ എത്ര നോക്കിയിട്ടും ഇത് അഴിക്കാൻ ഇവിടുന്ന് പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നു എനിക്ക് വേറൊരു വണ്ടിയും കൂടെ ഉണ്ട് അപ്പോൾ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ ബാറ്ററി എടുത്തിട്ട് നമുക്കിതൊന്ന് ബൈപ്പാസ് ചെയ്തെടുക്കാൻ നോക്കാം. അതേ ഇപ്പം നടക്കത്തുള്ളൂ. ഇത് അഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചാർജ് ചെയ്യുന്നിടത്ത് കൊണ്ട് കൊടുത്താൽ 50 രൂപയുടെ കാര്യമുള്ളൂ, ചാർജ് ചെയ്ത് കിട്ടും 2 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ വണ്ടിയുടെ ബാറ്ററി എക്സ്ട്രാ ഒരെണ്ണം അഴിച്ചെടുത്തിട്ട് നമ്മളിത് ബൈപ്പാസ് ചെയ്യാനാണ് പോകുന്നത്. ബൈപ്പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, പ്ലസ് ടെർമിനൽ പ്ലസ്സിൽ തന്നെ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ മൊത്തം സർക്യൂട്ട് അടിച്ചു പോകും. മൈനസിലും. അപ്പം പ്ലസ്സിൽ തന്നെ ആണെന്ന് ഉറപ്പാക്കണം ആദ്യം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു കമത്തി വെച്ചാൽ രണ്ടും കൂട്ടിമുട്ടണം കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വയറുണ്ടെങ്കിൽ അതായിരുന്നു നല്ലത്. ഇതിപ്പോൾ എനിക്കിങ്ങനെ വെക്കാൻ സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വെക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ കമത്തി വെച്ചാൽ സർക്യൂട്ട് നമുക്ക് വണ്ടിയുടെ ഡയൽ വന്നിട്ടുണ്ട്. അവിടെ വണ്ടിയുടെ ഡയലും വന്നിട്ടുണ്ട്, വണ്ടിക്ക് ഹെഡ്ലൈറ്റും കത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് സ്റ്റാർട്ടാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. ഇങ്ങനെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഒന്ന് ഓടി റണ്ണായി കഴിഞ്ഞാൽ, ഐഡിയൽ പോയിന്റ് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് റേസായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ബാറ്ററി എടുത്ത് മാറ്റിയാൽ നോർമലി വണ്ടി ഒന്ന് എടുത്ത് ഓടിച്ചാൽ നമുക്ക് വണ്ടിയുടെ ബാറ്ററി പഴയ പോലെ ചാർജായി കിട്ടുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ടായി കിട്ടിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടായി കിട്ടി, ഇൻഡിക്കേറ്റർ വർക്ക് ആവുന്നുണ്ട്, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററിക്ക് ഇപ്പം ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ തന്നെ ഇതിന് ചാർജ് കൂടുതലുള്ളിടത്തു നിന്ന് കുറവുള്ളിടത്തോട്ട് പോകാനാണ് ഈ ഇലക്ട്രോണിക്സിന് ടെൻഡൻസി കൂടുതൽ. അപ്പോൾ നമ്മുടെ ബാറ്ററി നോർമലി ചാർജ് ആകും. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഈ ഡയൽ ഇവിടെ കത്തി കാണുന്നത്.
പക്ഷേ നമ്മുടെ സെൽഫ് എടുക്കാനുള്ള പവർ വന്നിട്ടില്ലായിരിക്കും. അതിപ്പോൾ വണ്ടി ഓൾറെഡി ഓണിലായിട്ടാണ് ഇങ്ങനെ റേസ് ചെയ്യുമ്പം കാണുന്നത്. ഇങ്ങനെ റേസ് ആകുമ്പോൾ തന്നെ നമ്മുടെ ബാറ്ററി ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നവരെ ഇറ്റ്സ് മീ ഹരികൃഷ്ണൻ സൈനിങ് ഓഫ്.